ടീച്ചറിനെ ഇവിടെ നിന്ന് മാറ്റുവാണെങ്കിൽ എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് TC എടുത്ത് മാറ്റുന്നതായിരിക്കും. കുളക്കട സബ് ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായ മീന LPSലാണ് ഞങ്ങൾ കുട്ടിയെ ചേർത്തത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളെക്കാൾ സ്നേഹമാണ് ടീച്ചറിന്. അങ്ങനെ ഒരു ടീച്ചർ ഇവിടുന്ന് പോകുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുളക്കട ഉപജില്ലയിൽപ്പെട്ട മീനം LPS സ്കൂളിലാണ്. ഇവിടുത്തെ പ്രധാന അധ്യാപികയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PTAയും രക്ഷകർത്താക്കളും കഴിഞ്ഞ ദിവസങ്ങളും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങളുമായി ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെയും PTAയുടെയും പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ മാത്രമാണ് അത്. PTA സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ്. കാരണം ഇന്നലെ ഒരു HM ജോയിൻ ചെയ്യുന്നു. കാരണം ഇവിടെ വർഷങ്ങളായി ഈ സ്കൂളിൻ്റെ തകർന്നു കിടന്ന അവസ്ഥയിൽ മുതൽ ഈ സ്കൂളിനെ ഈ നിലയിലേക്ക് 270ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാക്കി ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച ഒരു ടീമിൻ്റെ നട്ടെല്ലായി പ്രവർത്തിച്ച ഒരു ടീച്ചർ കഴിഞ്ഞ ദിവസം ഇവിടെ HM ആയി പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ആ ടീച്ചർ ഇന്നലെ ജോയിൻ ചെയ്യുകയും സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്ത സമയമാണ്. പക്ഷേ വൈകിട്ടോടുകൂടി ആ ടീച്ചറെ മാറ്റിക്കൊണ്ട് മറ്റൊരാൾക്ക് ഈ സ്കൂളിലേക്ക് നിയമനം നൽകിക്കൊണ്ട് ഉത്തരവിറങ്ങുന്ന ഒരു അവസ്ഥ, അത് രക്ഷകർത്താക്കളെ സംബന്ധിച്ചും PTA സംബന്ധിച്ചും വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളോടൊപ്പം ഒരു ടീമായി പ്രവർത്തിച്ച് അറിയേണ്ടത് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇന്ന് കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച LP സ്കൂളുകൾ ഏതാണെന്ന് ചോദിച്ചാൽ LP സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ പറയുന്ന പേരാണ് ഗവൺമെൻറ് LPS മീനം എന്നുള്ളത്. അതിന് കാരണക്കാരായ ഒരു ടീം ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ PTAയും കൈകോർത്ത് പിടിച്ചാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ ആര് വരുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ച് ഈ സ്കൂളിനൊപ്പം ഈ കുട്ടികളുടെ മനസ്സറിയുന്ന രക്ഷകർത്താക്കളെ എല്ലാം വ്യക്തിപരമായി അറിയുന്ന ഒരു ടീച്ചറിനെ ടീച്ചറിന് അവർക്കൊരു അംഗീകാരം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കരുതുന്നത്. ഒരു HM പ്രൊമോഷൻ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച അതേ സ്കൂളിൽ ഏതാണ്ട് 2005 മുതൽ ഈ സ്കൂളിൻ്റെ നട്ടെല്ലായി നിൽക്കുന്ന ടീച്ചറിന് ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ അതിൽ വളരെയധികം സന്തോഷമാണ്. ടീച്ചറിന് അത്തരത്തിലൊരു പ്രൊമോഷൻ ഈ സ്കൂളിൽ തന്നെ കിട്ടുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു. പക്ഷേ അതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. അതിനകത്തുള്ള മാനസികമായ വിഷമമാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ ഞങ്ങൾ നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാനാണ് PTA തീരുമാനിച്ചത്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷകർത്താവാണ്. എൻ്റെ ഒന്നും കുട്ടികൾ ഇങ്ങനൊരു ഉള്ളതായി എനിക്കറിവില്ല. പക്ഷേ എൻ്റെ കുട്ടിയുടെ സമയത്ത് എനിക്കൊരു സർക്കാർ സ്കൂളിൽ തന്നെ കുട്ടിയെ ചേർക്കണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരക്കിയപ്പോൾ കുളക്കട സബ് ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായ മീന LPSലാണ് ഞങ്ങൾ കുട്ടിയെ ചേർത്തത്. എനിക്കതിൽ ഭയങ്കര അഭിമാനമായി. എൻ്റെ കുട്ടിക്ക് ഇവിടെ പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നതും കുട്ടിയുടെ വിദ്യാഭ്യാസവും കുട്ടികളുടെ കായികക്ഷമതയും എല്ലാ രീതിയിലും കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്കൂളാണ് മീനിയം GLPS. ഇവിടെ നമ്മുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്ന കുറേ ടീച്ചർമാരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, PTA അംഗങ്ങളുണ്ട്. ഇവരെല്ലാം ഒന്നിച്ച് നിന്നാണ് ഇത്രയും നാളും പ്രവർത്തിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ സ്കൂൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ സ്കൂളിൻ്റെ MBTയുടെ വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ വലിയ മോൻ തൊട്ട് കൊച്ചുമോനും ഈ സ്കൂളിലാണ് പഠിച്ചത്. എനിക്ക് ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമില്ല. എനിക്ക് ടീച്ചർ ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് താല്പര്യം. എനിക്കെന്നല്ല, എൻ്റെ ഈ ബാക്കിൽ നിൽക്കുന്ന എല്ലാവർക്കും അതാണ്. ഞങ്ങൾ ഒറ്റയായിട്ട് ഇന്ന് ടീച്ചറിനെ ഇവിടെ തന്നെ ആക്കിയില്ലെങ്കിൽ പലരും നല്ല ഭൂരിഭാഗം പേരും TC എടുത്ത് പോകുമെന്നാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ ഒരു തീരുമാനം. എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഞാനും ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഈ സ്കൂളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണ്ടാലറിയാം, ഒരു ഗവൺമെൻറ് സ്കൂളാണ്. പക്ഷെ കണ്ടാലൊരു മൾട്ടി ഇൻ്റർനാഷണൽ ആ ഒരു ലെവലാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക ചുറ്റുപാടായാലും എല്ലാം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് ഒരു ഗവൺമെൻറ് സ്കൂൾ എത്തണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തുമാത്രം അധ്യാപകർ എത്രത്തോളം അതിനുവേണ്ടി നിന്നെന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ സ്നേഹ ടീച്ചറിനെ എനിക്ക് ഇപ്പോൾ ഒരു 18-19 വർഷം കൊണ്ടേ അറിയാം. കാരണം ടീച്ചറൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഈ സ്കൂൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് അല്ലായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. സ്കൂൾ ഇങ്ങനെ ഓടിട്ട് ഒരു സാധാ ഗവൺമെൻറ് സ്കൂളായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് എത്തിയെങ്കിൽ അതിൽ ഈ സ്നേഹ ടീച്ചറിൻ്റെ പങ്ക് വളരെ വലുതാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്കൂളിൻ്റെ നിലവാരം കണ്ടിട്ട് തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയത്. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് എൻ്റെ കുഞ്ഞിവിടെ പഠിക്കുന്നുണ്ട്. സ്നേഹ ടീച്ചർ എന്ത് കാര്യത്തിനും നമ്മളെ വിളിക്കുകയും എടുക്കുകയും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ടീച്ചറിനെ ഇവിടെ നിന്ന് മാറ്റുവാണെങ്കിൽ എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് TC എടുത്ത് മാറ്റുന്നതായിരിക്കും. ഞാൻ ഈ സ്കൂളിലെ MBTA പ്രസിഡൻ്റാണ്. നമുക്ക് ഇപ്പോൾ ടീച്ചർ ഈ സ്കൂളിൽ വന്നിട്ട് നമ്മുടെ
സ്കൂളിൻ്റെ ഒരു നട്ടല് എന്ന് വേണം പറയാൻ സ്നേഹ ടീച്ചറിനെ കുറിച്ച്. ടീച്ചർ ഇത്രയും ഒരു 30 കുട്ടികളുള്ളൊരു സ്കൂളിൽ നിന്ന് ഇത്ര 270 കുട്ടികളെ നമ്മുടെ സ്കൂൾ ഇത്രയും ഒരു ഡെവലപ്പാക്കി എടുത്തതിൻ്റെ ഒരുപാട് കഷ്ടപ്പാട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ടീച്ചർ തന്നെ ഒരു HM ആയിട്ട് വന്നപ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് അത് മറിച്ച് അടുത്തൊരാൾക്ക് കൊടുക്കുക എന്ന് ഇനി പുതിയൊരു HM ഇപ്പം 4 വർഷം കൊണ്ട് നമുക്കൊരു HM ഇല്ലാതെ കിടന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. ഒരാൾ വരും പോകും ഇങ്ങനെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു HM വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ആ ടീച്ചറിനെ മാറ്റിക്കൊണ്ട് പുതിയൊരു HM-നെ കൊണ്ടുവരിക എന്നത് നമ്മൾക്ക് ഇനി ആ സ്കൂളിൻ്റെ എത്രത്തോളം ഞങ്ങൾക്ക് പേഴ്സണലി ഞാൻ എൻ്റെ കുട്ടിയെ മാറ്റുക എന്നതിനെക്കുറിച്ചൊരു ഓപ്ഷനെ നമുക്ക് ചിന്തിക്കാനുള്ളൂ. കാരണം ഇനി അങ്ങോട്ട് സ്കൂളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും ടീച്ചർമാർ എങ്ങനെ ആയിരിക്കുമെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ടീച്ചറിനെ ഇതിൽ തന്നെ തുടരുക. അതിന് എന്ത് പ്രതിഷേധം ആയാലും രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് എന്തിനും ഞാൻ അവരോടൊപ്പം നിൽക്കും. ഞങ്ങൾക്ക് ടീച്ചർ തന്നെ വേണം സ്കൂളിന് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യസിക്കുന്നതിന് വേണ്ടിയാണ് ഈ രക്ഷിതാക്കളെല്ലാവരും ഈ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടുള്ളത്. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ഭാവിയും മാത്രമാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ അധ്യാപകരെ നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് നല്ല അധ്യാപകരാണെന്ന് തോന്നി അങ്ങനെ ഈ രക്ഷിതാക്കളെല്ലാം അവരുടെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് ചേർത്തു. ഇപ്പോൾ ഇവിടെ ഒരു HM ആയിട്ട് പുതിയ നിയമനം വന്നു. അത് ഇന്നലെ രാത്രിയിലാണ് അതിന് വിപരീതമായിട്ട് വേറൊരു നിയമനം ഉണ്ടായി എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആ അധ്യാപക ഇവിടെ വരുന്നതിനോട് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള അധ്യാപകർക്ക് ആർക്കും അതിന് താല്പര്യമില്ല. അവരുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. സ്കൂളിൻ്റെ നട്ടെല്ലായി പ്രവർത്തിച്ച സ്നേഹ ടീച്ചർ ഇവിടുന്ന് പോകുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ ടീച്ചർ കാരണം സ്വന്തം മക്കളെ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ടീച്ചറിന് ഓടി വന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളെക്കാൾ സ്നേഹമാണ് ടീച്ചറിന്. അങ്ങനെ ഒരു ടീച്ചർ ഇവിടുന്ന് പോകുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഇനിയും വേറൊരു ടീച്ചർ ഏത് ടീച്ചറാണെന്ന് എനിക്കറിയത്തില്ല. വേറൊരു ടീച്ചർ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കണോ എന്ന് പോലും ഞാൻ രണ്ടാമത് ചിന്തിക്കേണ്ടതായി വരും. എനിക്ക് തോന്നുന്നു ഓരോ രക്ഷിതാക്കൾ അതുപോലെ തന്നെ വയ്ക്കും. അവിടെ ടീച്ചറെ ഇവിടെ തന്നെ നിർത്തണമെന്നാണ് പൊതുവെയുള്ള എല്ലാവരുടെയും അഭിപ്രായം. വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളുടെയും PTA-കാരുടെയും. സ്കൂളിൽ മിക്ക ദിവസങ്ങളിലും ഉച്ചഭക്ഷണത്തിനുള്ള ഇല്ലാത്തപ്പോഴും ടീച്ചറാണ് കൈക്കാശിറക്കി പിള്ളേരുടെ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കുന്നത്. വണ്ടി ഓടാത്ത ദിവസം ഡീസലില്ല, വർഷം തോറും വരുന്ന ടെസ്റ്റ് ഇതെല്ലാം ടീച്ചർമാരാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ സ്കൂളിൻ്റെ വികസനം ടീച്ചർമാരുടെ ഇതാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള PTA അംഗങ്ങളുടെയും രക്ഷകർത്താക്കളുടെയും നിലപാടുകൾ നമ്മൾ കേട്ടു. അവർ വലിയ പ്രതിഷേധത്തിലാണ്. പ്രധാന അധ്യാപികയായ സ്നേഹലത ടീച്ചറെ ഈ തസ്തികയെ നിലനിർത്തിയില്ല എങ്കിൽ കുട്ടികളുടെ TC അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊണ്ട് മറ്റു സ്കൂളിലേക്ക് പോവുക എന്ന വഴി മാത്രമാണ് അവർ പറയുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ജനപ്രതിനിധികളുടെയും അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പിൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ മീനം LPS എന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.